KCB-യുടെ KCB വെള്ളാനയാണെങ്കിൽ റെഗുലേറ്ററി കമ്മീഷൻ വെള്ള പാപ്പാനാണ്. ഈ വെള്ളാനയെ കൊണ്ടുവന്നത് വെളുത്ത പാപ്പായി. അതെ, രണ്ടും ഒരേ സ്വഭാവമാണ്. അതെ, അവിടെ ഇരിക്കുന്ന KCB സെക്ഷൻ ഓഫീസിൽ ഇരിക്കുന്നവർക്ക് തൊട്ട് അങ്ങോട്ട് വൈദ്യുതി ഭവനിൽ ഇരിക്കുന്നവർക്ക് വരെ ഈ കണക്ക് കൃത്യമായിട്ട് അറിയാം. വീട്ടിൽ എത്ര യൂണിറ്റ്, എത്ര മില്ലി യൂണിറ്റ് വരെ ഉപയോഗിച്ചു എന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ പറ്റും. നമ്മുടെ തിരുവനന്തപുരം നഗരസഭയിൽ എന്താ സംഭവിച്ചേ? 10 വർഷത്തേക്കാണ് തിരുവനന്തപുരത്തിൽ 1,00,000-ൽ പരം വരുന്ന തെരുവ് വിളക്കുകൾ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കരാർ 3 കമ്പനികൾക്ക് കഴിഞ്ഞ ആര്യ രാജേന്ദ്രന് കീഴിലുള്ള നഗരസഭ ഭരണ സംവിധാനം കൊടുത്തിരിക്കുന്നത് 10 വർഷത്തേക്കാണ് 3 കമ്പനികൾക്ക്. നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. പീക്ക് ലോഡ് മാനേജ്മെന്റ്, ലോഡ് ഷെഡിങ്, ഇതൊക്കെയാണ് ഇപ്പോൾ KCB ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്ന ചില ആപ്തവാക്യങ്ങൾ. പക്ഷെ ഞാൻ തർപ്പിച്ച് പറയാം, ഇത് പവർ കട്ടാണ്. പവർ കട്ട് ഇല്ലാത്ത 10 വർഷങ്ങൾ, പവർ കട്ട് ഇല്ലാത്ത, ലോഡ് ഷെഡിങ് ഇല്ലാത്ത 10 വർഷങ്ങൾ എന്നൊക്കെയാണ് പോസ്റ്ററിൽ കണ്ടത്. പ്രചരണ വാഹനങ്ങളിൽ നിരത്തി വിളിച്ചുകൊണ്ടുപോയത്. പവർ കട്ട് ഇല്ലാതാക്കിയത് ഞങ്ങളല്ലാതെ മറ്റാരുണ്ട് എന്നൊക്കെ ആയിരുന്നു ആ പ്രചരണ വാക്കുകൾ. പക്ഷേ ഓട്ടെല്ലാം പെട്ടിയിലായപ്പോൾ ചൂട് കൂടി. അതിനുമ്പ് ചൂടുണ്ടായിരുന്നു. ചൂട് കൂടി. രാത്രി രാഖിരാമാനം കറണ്ട് പോയി തുടങ്ങി. ജനം അന്വേഷിച്ച് വന്നപ്പോഴാണ് KCB പറഞ്ഞത് ഇത് പവർ കട്ടാണ്, അല്ല ലോഡ് ഷെഡിങ് ആണ്. അപ്രഖ്യാപിതമാണ് ലോഡ് ഷെഡിങ് അല്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ശരിക്കും എന്താണ് ഈ യഥാർത്ഥത്തിൽ? ഇത് പവർ കട്ടാണ്. ലോഡ് ഷെഡ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് ലോഡ് ഷെഡ് ചെയ്യാനുള്ള സംവിധാനമൊന്നും ഇല്ല ഇപ്പോഴും. ആ ട്രാൻസ്ഫോമർ എല്ലാം അങ്ങ് അടിച്ചു പോയ ട്രാൻസ്ഫോമറാണ്. അല്ല, 220 കത്തിപ്പോയി. തീർച്ചയായിട്ടും ആരുടെ കുഴപ്പമാണ്? KCB-യുടെ കുഴപ്പമാണ്. KCB-യുടെ മാത്രം കുഴപ്പമല്ല രാജേഷ് ജി. അതിനകത്ത് നമുക്ക് തുടങ്ങിയിടത്ത് തന്നെ വരാം. പവർ കട്ടില്ലാത്ത 10 വർഷങ്ങൾ. അതെ, ലോഡ് ഷെഡിങ്. സത്യത്തിൽ നാണവും മാനവും ഉണ്ടെങ്കിൽ അത് പറയൂ. കേരളത്തിന്റെ വൈദ്യുതി ഉൽപാദനം എത്രയാണ്? ഞാൻ കണക്കുകളിലേക്ക് ഒന്നും പോകുന്നില്ല, കാരണം കണക്കൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വളരെ ലളിതമായിട്ട് കാര്യം പറയാം. കേരളത്തിന്റെ വൈദ്യുതി ഉൽപാദനം, കേരളത്തിന് ഒരു ദിവസം ആവശ്യമുള്ള മെഗാവാട്ട് എത്രയാണോ അതിൻ്റെ 4/1 വൈദ്യുതിയെ സത്യത്തിൽ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. ബാക്കി നമ്മൾ പുറത്തുനിന്ന് വാങ്ങുകയാണ്. ഉദാഹരണത്തിന് കൂടംകുളം നമ്മുടെ ആണവ പ്ലാന്റ് ഉണ്ട്, അല്ലേ? അവിടെ നിന്ന് വൈദ്യുതി വാങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ സംവിധാനങ്ങളിൽ കൂടി കേന്ദ്ര പൂളിൽ നിന്ന് വൈദ്യുതി വാങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ സ്വകാര്യ കമ്പനികളിൽ നിന്ന് വൈദ്യുതി വാങ്ങുന്നുണ്ട്. യൂണിറ്റിന് 10 രൂപ നിരക്കിലൊക്കെയാണ് വാങ്ങാൻ. ഈ വാങ്ങുന്ന പവർ എക്സ്ചേഞ്ച് വഴിയാണ്. ഓരോ ദിവസവും റേറ്റ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ കമ്മീഷൻ വ്യവസ്ഥയാണ് അവിടെ. കമ്മീഷൻ വ്യവസ്ഥ, അതിനകത്തൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമുക്കത് കാരണം ഉപഭോക്താവിന് അതൊന്നും അറിയേണ്ട. ഓഹരി എക്സ്ചേഞ്ച് പോലെയല്ലേ ഈ പവർ എക്സ്ചേഞ്ചും? പവർ വാങ്ങുന്നത് കണ്ടത് അതുപോലെയൊക്കെ തന്നെയാണ്. അല്ല, അതിനകത്ത് അത് മറ്റൊരു രീതിയിലാണ് അത് പ്രവർത്തിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് അതല്ല നമ്മുടെ വിഷയം. കാരണം ഈ പറഞ്ഞതുപോലെ, താങ്കൾ പറഞ്ഞതുപോലെ പവർ എക്സ്ചേഞ്ചിൽ നിന്ന് പവർ വാങ്ങുന്നു എന്നുള്ളത് ഉപഭോക്താവ് അറിയേണ്ട കാര്യമില്ല. ഉപഭോക്താവ് കൃത്യമായിട്ട് ബില്ല് വരുന്നു, പണം കൊടുക്കുന്നു, അല്ലേ? അയാൾക്ക് മുടങ്ങാതെ വൈദ്യുതി കിട്ടണം. ഇവിടെ കേരളത്തിൻ്റെ അവസ്ഥ എന്താ? കൊടും ചൂടാണ്. വൈകിട്ട് ശരിക്കും പറഞ്ഞാൽ 6 മണി തൊട്ട് രാത്രി ഒരു 12 മണി വരെ പീക്ക് അവറാണ്. ഈ പീക്ക് അവറിൽ ഒന്നാമത്തെ കാര്യം, ഇപ്പം എല്ലാ വീട്ടിലും AC ഉണ്ട്. AC ഇല്ലാത്ത വീടുകളുടെ എണ്ണം വളരെ കുറവാണ്. വളരെ സാധാരണക്കാരായ ആൾക്കാരുടെ വീടുകളിൽ മാത്രമേ AC ഇല്ലാതെ ഉള്ളൂ. ഒരു മിഡിൽ ക്ലാസ്, അപ്പർ മിഡിൽ ക്ലാസ്, അപ്പർ ക്ലാസ് എല്ലാം AC ഉണ്ട്. ഓഫീസുകളെല്ലാം പ്രവർത്തിക്കുന്നത് AC-യിലാണ്. പോട്ടെ, രാത്രി ഓഫീസുകൾ പ്രവർത്തിക്കുന്നില്ല എന്ന് വയ്ക്കാം. രാത്രി ഷിഫ്റ്റുള്ള ഓഫീസുകളുണ്ട്. നമ്മുടെ ഹോസ്പിറ്റലുകൾ രാത്രി രാപകൽ ഭേദമന്യേ അവിടെയൊക്കെ AC വേണം, അല്ലേ? അപ്പോൾ വളരെ കൃത്യമായിട്ട് ഈ പവർ മാനേജ് ചെയ്യുന്നതിൽ സർക്കാരിന് വലിയ വീഴ്ച സംഭവിച്ചു. അതിൻ്റെ ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം. ഇപ്പം നമ്മൾ പ്രധാനമായിട്ടും ആശ്രയിക്കുന്നത് ഇടുക്കിയിലെ മൂലമറ്റം പവർ സ്റ്റേഷനാണല്ലോ. അവിടുത്തെ ജനറേറ്ററുകളെല്ലാം പ്രവർത്തിക്കുന്നുണ്ടോ? അതിൻ്റെ അറ്റകുറ്റപ്പണി കൃത്യമായിട്ട് നടത്തിയിട്ടുണ്ടോ? അതിൻ്റെ അപ്ഗ്രഡേഷൻ നടത്തിയിട്ടുണ്ടോ? 2023 ഇടുക്കിയിലെ ജനറേറ്ററുകൾ അപ്ഗ്രേഡ് ചെയ്ത് പുതിയ ജനറേറ്ററുകൾ വെച്ച് അത് എണ്ണം കൂട്ടി
വൈദ്യുതി ഉൽപ്പാദനം വർദ്ധിപ്പിക്കണം എന്ന് ക്യാബിനറ്റ് തീരുമാനിച്ച് അതിനുള്ള എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് തീരുമാനമൊക്കെ എടുത്തു. വർഷം 2026 ഇതുവരെ നടപ്പായിട്ടില്ല. ഏതാണ്ട് 4000 കോടി രൂപയ്ക്ക് മുകളിൽ ചെലവാകുന്നൊരു പ്രോജക്റ്റാണത്. ആ 4000 കോടി രൂപയിൽ നയാ പൈസ ചെലവഴിച്ചിട്ടില്ല, ചെലവഴിക്കാനില്ല. കിഫ്ബിയിലൂടെ പണം കണ്ടെത്തി ഈ ജനറേറ്ററുകൾ നവീകരിക്കും. അങ്ങനെ നവീകരിച്ച് വൈദ്യുതി ഉൽപ്പാദനം കൂട്ടും, ജനറേറ്ററുകളുടെ എണ്ണം കൂട്ടും. നോക്കൂ, കേരളത്തിൽ ചെറുതും വലുതുമായ 44 നദികൾ ഒഴുകുന്ന, എല്ലാ സമ്പൂർണമായ നദികളുടെ ഇത് ഞാൻ പറയുന്നില്ല, പക്ഷേ 44 നദികൾ ഒഴുകുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിൽ നമുക്ക് എത്ര ചെറിയ ചെറിയ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റുകൾ നമുക്ക് കൊണ്ടുവരാം. ഈ സർക്കാർ അത് ചെയ്തോ? ഈ കഴിഞ്ഞ 10 വർഷം, അതായത് PR ഏജൻസി തള്ളിക്കൊടുത്തതിനെ നാട് നീളെ വായ്ത്താരിയിടുകയാണ്. അല്ലാതെ ഒരു ചുക്കും നടന്നിട്ടില്ല. PR ഏജൻസി പറഞ്ഞു പവർ കട്ട് ഇല്ലാത്ത 10 വർഷം. 2006 ശേഷം കേരളത്തിൽ എവിടാ പവർ കട്ട് ഉണ്ടായത്? ഈ കൂടംകുളം കമ്മീഷൻ ചെയ്തതിന് ശേഷം കേരളത്തിൽ എവിടാ പവർ കട്ട് ഉണ്ടായത്? കേന്ദ്ര പൂളിൽ നിന്ന് വൈദ്യുതി വാങ്ങി നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ടല്ലേ ഈ ലോഡ് ഷെഡിങ് എന്ന് പറയുന്ന പ്രതിഭാസം കേരളത്തിൽ അവസാനിച്ചത്. അതിന് ഉപഭോക്താക്കളെ ഞെക്കിപ്പിഴിഞ്ഞാണ് KSEB പണം ഉണ്ടാക്കുന്നത്. അത് മാത്രമല്ല സർചാർജ്, മീറ്റർ ചാർജ്, മീറ്റർ ചാർജ്, അതല്ല, അത് ഈ KSEB എന്ന് പറയുന്നത് ഒരു സത്യത്തിലൊരു വെള്ളാനയാണ്. നോക്കൂ, ഞാൻ അതിന്റെ KSEB വെള്ളാനയാണെങ്കിൽ റെഗുലേറ്ററി കമ്മീഷൻ വെള്ള പാപ്പാനാണ്. ഈ വെള്ളാനയെ കൊണ്ടുവന്നത് വെളുത്ത പാപ്പായി. അതെ, രണ്ടും ഒരേ സ്വഭാവമാണ്. അതെ, ഞാൻ നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് ജനം ഇതെല്ലാം അറിയണം. കാരണം ഇത് ഈ പറയുന്ന പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ ഏതാ? KSEB റെഗുലേറ്ററി കമ്മീഷൻ ആവശ്യപ്പെടുന്നു, അഭ്യർത്ഥിക്കുന്നു, റെഗുലേറ്ററി കമ്മീഷൻ തള്ളിക്കളയുന്നു. ഇപ്പോഴത്തെ 10 രൂപയ്ക്ക് വാങ്ങാൻ നിർദ്ദേശം കൊടുത്തു. പക്ഷെ പറ്റില്ല. 10 രൂപയ്ക്ക് ഇവർക്ക് വൈദ്യുതി കിട്ടിയ കമ്മീഷൻ എത്ര കിട്ടും? ഇവര് വാങ്ങിക്കുന്ന 13-14 രൂപയ്ക്കൊക്കെ. അത് മാത്രമല്ല, യൂണിറ്റ് മറ്റൊരു വലിയൊരു രഹസ്യം അതിനകത്ത് ഒളിഞ്ഞു കിടപ്പുണ്ട്. ആരും വൈദ്യുതി കൊടുക്കുന്നില്ല. ഈ പുറമേ നിന്ന് ഇവര് 10 രൂപയ്ക്ക് വാങ്ങുന്നു എന്നൊക്കെ ഈ പറയുന്നില്ലേ, ആരും പുറമേ നിന്ന് കൂടുതൽ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന അളവിൽ കൂടുതൽ വൈദ്യുതി കിട്ടില്ല. ആരും കൊടുക്കാൻ തയ്യാറല്ല. സ്വകാര്യ കമ്പനികൾ പോലും കൊടുക്കുന്നില്ല. കാരണം എന്താ? ആ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലത്ത് തന്നെ അവർക്ക് ആവശ്യമുണ്ട്. അവരവിടെ അത് ചെലവഴിക്കുമോ, അവരവരുടെ സംസ്ഥാനങ്ങളിൽ അത് ചെലവഴിക്കുമോ, അല്ലെങ്കിൽ അത് വിൽക്കുമോ, അതോ നമുക്ക് തരുമോ? ഇവർക്ക് കേന്ദ്ര പൂളിൽ നിന്ന് വാങ്ങിക്കാമല്ലോ. കേന്ദ്ര പൂളിൽ നിന്ന് വൈദ്യുതി ഈ പറയുന്നത് പോലെ അത്ര എളുപ്പമൊന്നുമല്ല. ഇനി വൈദ്യുതി വാങ്ങിയെന്ന് തന്നെ ഇരിക്കട്ടെ, മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. നമ്മുടെ വിതരണ സംവിധാനം മുഴുവനും കുത്തഴിഞ്ഞു കിടക്കുകയാണ്. കാരണം കാലാകാലങ്ങളിൽ ട്രാൻസ്ഫോർമർ മെയിൻ്റനൻസ് നടന്നിട്ടില്ല, സബ്സ്റ്റേഷനുകളുടെ മെയിൻ്റനൻസ് നടന്നിട്ടില്ല. ഈ 11 kV കാരണം എന്തോ KSEB കമ്പനിയാക്കിയതാണ്. KSEB കമ്പനിയാക്കിയതല്ല വിഷയം, കയറൂരിയും വിട്ടു 3 കമ്പനിയാക്കി. അതുമാത്രമല്ല രാജേഷ് ജി, സർക്കാരിന്റെ കയ്യിലോ KSEBയുടെ കയ്യിലോ ഒന്നും പണമില്ല. ഈ സ്കൂളുകൾ നവീകരിക്കാൻ കാശുണ്ട്, പാലം കെട്ടാൻ കാശുണ്ട്, ആള് പോവാത്ത റോഡുകൾ നവീകരിക്കാൻ കിഫ്ബി പണമുണ്ട്. അങ്ങനെ കിഫ്ബിയെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന, തുമ്പിയെ കൊണ്ട് കല്ലെടുക്കുന്നത് എല്ലാം ചെയ്യിച്ചു. അല്ല, ആ ചെയ്യുമ്പോൾ ഈ റോഡിലായാലും സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കായാലും അല്ലെങ്കിൽ ഒരു സർക്കാർ സ്ഥാപനമായാലും അടക്കം കറണ്ട് വേണമെന്നൊരു ബോധ്യം ഇവർക്കില്ലേ? അതല്ലേ അടിസ്ഥാന സൗകര്യ വികസനം? അല്ല, അവിടെയാണ് എന്റെ ചോദ്യം. അല്ല, ഇത് കേന്ദ്രം തരും, ഈ വൈദ്യുതി കേന്ദ്രം തരും, അല്ലെ അവിടുന്ന് കമ്പി കൂടെ നേരെ അവിടുന്ന് കൂടംകുളത്ത് മാടക്കത്തറയിലേക്ക് പോകും. എവിടുന്ന് വൈദ്യുതി വന്നിരുന്നാലും നമ്മുടെ താഴെ തട്ടിലേക്ക് വിതരണം ക്ലിയർ ആകണമെങ്കിൽ ട്രാൻസ്ഫോമറുകളെല്ലാം കാലോചിതമായി പരിഷ്കരിക്കണം, നവീകരിക്കണം. അത് സാങ്കേതിക വിദ്യ മാറിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയും ആപ്ലിക്കബിൾ ആണ്. ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ 300 വീടുകളിലേക്ക് കണക്ഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു ട്രാൻസ്ഫോമർ ഇന്ന് 3000 വീടുകളിലേക്ക് കണക്ഷൻ കൊടുത്തിരിക്കുകയാണ്. ഇലക്ട്രിസിറ്റി ബോർഡ്, ഈ KSEB ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ കേന്ദ്ര സർക്കാർ പറഞ്ഞു ഇതെല്ലാം സെപ്പറേറ്റ് ചെയ്യണം. ഇത് സെപ്പറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത് ഭരണപരമായ അല്ലെങ്കിൽ ഇതിൻ്റെ ഈ വൈദ്യുതി ഉൽപ്പാദനം, വിതരണം ഒക്കെ സുഗമമാക്കാൻ വേണ്ടിയിട്ടാണ്. രാജേഷ് ജി, ഒരു ചെറിയ സിമ്പിൾ കാര്യം പറയാം. സ്മാർട്ട് മീറ്ററുകൾ നമ്മൾ വീടുകളിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ കണക്കെടുപ്പിൻ്റെ ആവശ്യമില്ല.
ഇപ്പം ഇത് റീഡ് ചെയ്യാനായിട്ട് ഒരാൾ വരിക നമ്മുടെ വീട്ടിൽ. പണ്ടൊക്കെ നമുക്കറിയാം, പണ്ട് അതേ ഉള്ളൂ, ടെക്നോളജി അതായിരുന്നു. ഇന്ന് കാലം മാറി, പുതിയ സാങ്കേതിക വിദ്യ വന്നു. അപ്പോൾ സ്മാർട്ട് ഇലക്ട്രിക് മീറ്റർ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന KSEB സെക്ഷൻ ഓഫീസിൽ ഇരിക്കുന്നവർക്ക് തൊട്ട് അങ്ങോട്ട് വൈദ്യുതി ഭവനിൽ ഇരിക്കുന്നവർക്ക് വരെ ഈ കണക്ക് കൃത്യമായിട്ട് അറിയാം. വീട്ടിൽ എത്ര യൂണിറ്റ്, എത്ര മില്ലി യൂണിറ്റ് വരെ ഉപയോഗിച്ചു എന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം. എൻ്റെ വീട്ടിൽ ഞാൻ ഈ ഗ്യാസിൻ്റെ കണക്ഷൻ എടുത്തിട്ടുണ്ട്, നമ്മുടെ നാച്ചുറൽ ഗ്യാസ്. ഇപ്പം നമ്മളെ ഇവിടെ നമ്മുടെ തിരുവനന്തപുരം സിറ്റിയിലൊക്കെ പൈപ്പ് വഴി ഗ്യാസ് വരുന്നുണ്ട്. അവർ പൈപ്പ് കൊണ്ടുവന്ന് നല്ല ഭംഗിയായിട്ടൊക്കെ ഘടിപ്പിച്ചൊരു സ്വകാര്യ കമ്പനിയാണ്. അവർ ഘടിപ്പിച്ചു, അതിന് നമുക്ക് പറഞ്ഞു ഇങ്ങനെയാണ് നിങ്ങളിത് കണക്ഷൻ എടുത്താൽ ഇത്ര മാസം കൊണ്ടാണ് ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ ഫീസ് അടച്ചു തീർക്കേണ്ടത് എല്ലാം പറഞ്ഞു. അവർ പിന്നീട് ഇന്ന് വരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവർക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. വളരെ കൃത്യമായിട്ട് മൊബൈലിൽ മെസ്സേജ് വരും, വാട്സാപ്പിൽ വരും, SMS വരും, മെയിലിലും വരും. കൃത്യമായിട്ട് എല്ലാ മാസവും ഗൂഗിൾ പേയിൽ കയറി നമ്മൾ പണം അടയ്ക്കുകയാണ്. ഈ ഇലക്ട്രിസിറ്റി ബോർഡിൽ ഇത് വെള്ളാനയാണ് വെള്ളപ്പാപ്പാനാണെന്ന് പറഞ്ഞില്ലേ, 100% ശരിയാണ്. ഇതിന്റെ പ്രശ്നം, ഞാനത് നമ്മുടെ ഈ പവർ കട്ടിൽ നിന്ന് നമ്മൾ വിട്ടുപോകും, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ സംസാരിക്കുന്നത്. പക്ഷെ ഇത് പറയാതിരിക്കാൻ നിർവാഹമില്ല. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ, ഇത് കരാറടിസ്ഥാനത്തിലാണ് ഇപ്പം ഈ മീറ്റർ റീഡിങ്ങിന് ആളെ എടുക്കുന്നത്. പക്ഷെ അങ്ങനെ എടുക്കാതിരിക്കാൻ പറ്റില്ല, യൂണിയൻകാർ സമ്മതിക്കില്ല. താൽക്കാലികമായിട്ട് ഇവിടെ പാർട്ടിക്കാരെ തിരികെ കയറ്റണമല്ലോ എവിടെയെങ്കിലും. ഞങ്ങളുടെ സർക്കാർ 10 കൊല്ലം ഭരിക്കുമ്പോൾ ഈ 10 കൊല്ലം ഈ പറയുന്ന കണക്ക് ആളെ എടുക്കും. ആളെ എടുത്തിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ KSEBയിൽ ഉത്തരവാദിത്വം ഉണ്ടായിരുന്ന KSEBയുടെ ചെയർമാനൊക്കെ ആയിരുന്ന നമ്മുടെ B. അശോക് IAS, അദ്ദേഹത്തിൻ്റെ ഒരു അഭിമുഖം കണ്ടു. അവിടെ അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ, ഈ മീറ്റർ റീഡിങ്ങിന് വരുന്ന ആൾക്കാർക്ക് 11 മാസത്തെ ശമ്പളമുള്ളൂ. 1 മാസത്തെ ശമ്പളം പാർട്ടിക്ക് ലെവിയായിട്ട് കൊടുക്കണം, യൂണിയന് ലെവി കൊടുക്കണം. ഇത് കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. പിന്നെ എങ്ങനെ ഇവിടെ പവർ കട്ടില്ലാതെ പിടിച്ചു നിൽക്കും? നോക്കൂ, ഈ പണമെല്ലാം ഇങ്ങനെ അനാവശ്യമായി ഇങ്ങനെ എന്താ പറയുക, വോട്ടിന് വേണ്ടി. ഞാനടക്കം ലെവി കൊടുക്കാൻ തയ്യാറാണ് പാർട്ടിക്ക്. പക്ഷേ ഈ വൈദ്യുതി സംവിധാനം ശരിയാക്കി തന്നാൽ വൈദ്യുതി സംവിധാനം എങ്ങനെ ശരിയാകും? കൈക്കൂലിയില്ലേ ലെവി? കൈക്കൂലിയുടെ ഒരു രാജേഷ് ജി പറഞ്ഞില്ലേ, റോഡ് നിർമ്മിക്കാൻ കിഫ്ബിന്ന് പണം കൊടുക്കുന്നു. റോഡ് നിർമ്മിക്കാൻ പണം കൊടുക്കുമ്പോൾ പൊതുമരാമത്ത് വകുപ്പാണ്. അവർ ഈ അടിസ്ഥാന സൗകര്യത്തിന് പലതും ചെയ്യുന്നുണ്ട്, അതിലെല്ലാം കൃത്യമായിട്ട് ചെല്ലേണ്ടിടത്തെല്ലാം പണം ചെല്ലുന്നുണ്ട്. അതേസമയം ഇലക്ട്രിസിറ്റി ബോർഡിൽ അത്ര പെട്ടെന്ന് അതൊന്നും നടക്കില്ല. അത് മരുമോൻ്റെ കയ്യിലല്ല വകുപ്പ്, ഘടകകക്ഷിയാണ്. അതിനകത്ത് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഈ പറഞ്ഞതുപോലെ KSEB അങ്ങനെ അങ്ങ് ചൂഷണം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഞാൻ ഈ പറഞ്ഞ സ്മാർട്ട് മീറ്ററിൻ്റെ കാര്യത്തിൽ ഉൾപ്പെടെ വൈദ്യുതി വിതരണത്തിൽ വലിയ അപാകതകളുണ്ട്. സ്മാർട്ട് മീറ്റർ വാങ്ങാൻ 1000 കോടി രൂപയെങ്കിലും വേണമെന്നല്ലേ പറഞ്ഞത്? അല്ലാതെ കേന്ദ്ര സർക്കാർ അതിന് ഫണ്ട് ചെയ്യാൻ തയ്യാറായിരുന്നു. അന്ന് കേന്ദ്രം പറഞ്ഞതാണ്, നിങ്ങളിതെല്ലാം. കേന്ദ്രം എന്താ പറഞ്ഞേ? മറ്റേ LED ലൈറ്റ് വെക്കാൻ പറഞ്ഞു. നരേന്ദ്രമോദി വന്നപ്പോൾ LED ലൈറ്റ് വെച്ചു എല്ലായിടത്തും. ആരാ കൊടുത്തേ? ഇവരുടെ ആരുടെയെങ്കിലും തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൈസയാണോ? കേന്ദ്ര സർക്കാർ കൊടുത്തതാണ്. ഇത് കേരളത്തിന് മാത്രമല്ല, എല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കേന്ദ്രത്തിന് ഇപ്പം കേന്ദ്രം ആദ്യമൊക്കെ കൈയച്ചു കൊടുത്തിരുന്നു. ഇപ്പം അങ്ങനെയല്ല, 60-40 60 കേന്ദ്രം ഇടും, 40 നിങ്ങൾ ഇടണം. അല്ല, ഒരു പാലം ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട. കേന്ദ്രത്തിന്റെ പൈസ വാങ്ങിച്ചിട്ട് ഇതെല്ലാം ഞങ്ങളാണ് എന്ന് പരസ്യം ചെയ്യും, അല്ലേ? അത് അങ്ങനെ മാത്രം മതിയോ? പോരാ. സംസ്ഥാനത്തിന് എന്താ പണി? സംസ്ഥാനവും അതിനകത്ത് ഈ കേന്ദ്രത്തിന്റെ പദ്ധതികൾ ഓരോന്നോരോന്നായി ഇവർ അട്ടിമറിക്കുന്നത് പോലെയാണ് ഈ സംഭവം. പ്രധാനമന്ത്രി സൂര്യഘർ പദ്ധതി, അത് പറയാൻ വേറെ കാരണമുണ്ട്. ഈ പദ്ധതി ഇവിടെ വൃത്തിയായിട്ട് നന്നായിട്ട് നേരെ ചൊവ്വേ നടപ്പാക്കിയിരുന്നെങ്കിൽ ഇന്ന് ഈ പ്രശ്നം വരില്ലായിരുന്നു. പ്രശ്നം എന്താണ്? ഇപ്പൊ പുതുതായിട്ട് ആർക്കും കൊടുക്കുന്നില്ല. KSEB അനുമതി എന്താ കാര്യം? അത് മുഴുവൻ അട്ടിമറിച്ചല്ല. കൊടിയ അഴിമതിയുണ്ട്. ട്രാൻസ്ഫോമറിൽ നിലവിൽ തന്നെ നമ്മുടെ ട്രാൻസ്ഫോമറിൽ 90% ആഗിരണ ശേഷിയുണ്ട്. വൈദ്യുതി അതിൽ കൂടെ കയറിക്കൊണ്ടിരിക്കുക. ഇനി പുതുതായിട്ട് നമ്മുടെ ഈ വീട്ടിൽ നിന്നുള്ള പവർ ഗ്രിഡിൽ നിന്നും കൊടുത്താൽ അത് എടുക്കില്ല, ട്രാൻസ്ഫോമർ എടുക്കില്ല. അതുകൊണ്ട് ഇവർ കൊടുക്കാൻ നിർവാഹമില്ല. അതാ ഞങ്ങൾ നേരത്തെ പറഞ്ഞത്, ഈ ട്രാൻസ്ഫോമറുകൾ നവീകരിക്കണമായിരുന്നു. അത് മാത്രമല്ല രാജേഷ് ജി, നമ്മൾ അങ്ങനെ സൂര്യഘർ പദ്ധതി ഇവിടെ നടപ്പാക്കി വൈദ്യുതി സ്വയം പര്യാപ്തത നേടി. പിന്നെ പുറത്തുനിന്ന് വൈദ്യുതി എങ്ങനെ വാങ്ങും? വാങ്ങുന്നതിന്റെ കമ്മീഷൻ എങ്ങനെ കിട്ടും? അപ്പോൾ ഇതൊക്കെ വളരെ ആസൂത്രിതമായി നടക്കുന്ന കൊള്ളയുടെ ഭാഗമാണ്. ഇപ്പോഴും പദ്ധതിക്ക് വേണ്ടി 2.5 ലക്ഷം രൂപ ആണ് ഒരു സാധാരണ ഒരു
സാധാരണ കുടുംബത്തിനുള്ള ഈ സൂര്യഘർ പദ്ധതി പ്രകാരമെങ്കിൽ സബ്സിഡി ഉണ്ടാകും. അതിനുവേണ്ടി വായ്പ അടയ്ക്കാൻ തയ്യാറായി ഈ മുടിഞ്ഞ ബില്ലിംഗ് മാസം 3000 വരുന്ന മുടിഞ്ഞ ബില്ല് നൽകേണ്ട, എൻ്റെ വീട്ടിലെ വൈദ്യുതി സൗരോർജ്ജം ഉപയോഗിച്ച് വൈദ്യുതി എടുക്കാൻ ഞാൻ അങ്ങോട്ട് തരാമെന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ അവർ പറയുന്നത് ഈ ട്രാൻസ്ഫോമർ കപ്പാസിറ്റി ഇല്ല, നിങ്ങൾ ഹൈബ്രിഡ് ബാറ്ററിയും ഇൻവെർട്ടറും ഒക്കെ വാങ്ങിച്ചു വയ്ക്കൂ, നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഇതിലേക്ക് മാറ്റൂ. എത്ര രൂപ എക്സ്ട്രാ ആവുന്നതിന് ഈ സാധാരണ ഒരു കുടുംബത്തിന് താങ്ങാൻ പറ്റുന്നതാണോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പണത്തിൽ നിൽക്കുമോ അത്? ഇതൊക്കെ പ്രധാനമന്ത്രി സ്കീമിൽ നിൽക്കുമോ? ഇല്ല, നിൽക്കില്ല. അങ്ങനെ ആ സ്കീമിനെ തകർത്തു. കൊള്ളയാണ്, ചൂഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മളെ മൂലമറ്റത്തെ പവർ സ്റ്റേഷന്റെ ജനറേറ്ററിന്റെ കാര്യത്തിലേക്ക് വരാം. എന്താ ഈ ജനറേറ്ററുകൾ നവീകരിക്കാത്തത്? ഈ ജനറേറ്ററുകൾ നവീകരിച്ചാൽ ഇതുപോലെയാണ്, വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങേണ്ടി വരില്ല. പക്ഷെ അറ്റകുറ്റപ്പണി നവീകരിക്കില്ല. അറ്റകുറ്റപ്പണിക്ക് AMC ഉണ്ട്. നമ്മുടെ തിരുവനന്തപുരം നഗരസഭയിൽ എന്താ സംഭവിച്ചേ? 10 വർഷത്തേക്കാണ് തിരുവനന്തപുരത്ത് 1 ലക്ഷത്തിൽ പരം വരുന്ന തെരുവ് വിളക്കുകൾ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കരാർ 3 കമ്പനികൾക്ക് കഴിഞ്ഞ ആര്യ രാജേന്ദ്രന് കീഴിലുള്ള നഗരസഭ ഭരണ സംവിധാനം കൊടുത്തിരിക്കുന്നത്. 10 വർഷത്തേക്കാണ് 3 കമ്പനികൾക്ക് കുത്തകയാണ്. ഈ 3 കമ്പനികളുടെ ഉടമസ്ഥർ ആരൊക്കെയാണെന്നൊക്കെ അന്വേഷിച്ച് ചെന്നാൽ അത് അന്വേഷിക്കുന്നുണ്ട്, കൃത്യമായിട്ട് മനസ്സിലാവും. 10 കമ്പനികൾക്ക്. നമുക്കറിയാലോ, ഇവിടെ നഗരസഭയിൽ നഗരപരിധിയിൽ നടന്നിരിക്കുന്ന ഒട്ടനവധി കൊള്ളകൾ, മാലിന്യ നീക്കം എന്നും പറഞ്ഞ്, ഈ മഴക്കാല പൂർവ്വ ശുചീകരണം എന്ന് പറഞ്ഞ് ഒക്കെ നടക്കുന്ന ഒരു ജീവൻ എടുത്തു ആമയിഴഞ്ചാൻ തോട്ടിൽ, അല്ലേ? അപ്പോൾ ഇതൊക്കെ യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെ ഒരു കരാർ ജീവനക്കാരനെ അങ്ങോട്ട്, ഒരു പാവപ്പിടിച്ച ഒരു തൊഴിലാളിയെ, ശുചീകരണ തൊഴിലാളിയെ അതിൻ്റെ അടിയിൽ പറഞ്ഞു വിട്ടു. അവൻ പോയി, ആളിൻ്റെ ജീവൻ പോയി. പിന്നെ ആള് മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കിടന്ന് അപകടത്തിൽപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ടതിന് ശേഷം നമ്മൾ കൂവി വിളിച്ചിട്ട് കാര്യമുണ്ടോ? അപ്പം അതൊക്കെ ഒരു വശത്ത് അങ്ങനെ തന്നെ നടക്കുന്നുണ്ട്. KCBയിൽ നടക്കുന്നത് വലിയ വലിയ പ്രശ്നങ്ങളാണ്, നമ്മൾ ഈ കാണുന്നതിനപ്പുറത്താണ്. ഇനി വിചാരിക്കുന്നത് പോലെ കേന്ദ്ര പൂളിൽ നിന്ന് നമുക്ക് വൈദ്യുതി വന്നാൽ, ഇപ്പം ഈ സൂര്യഘർ പദ്ധതിയിൽ നമ്മൾ ഇത് വെച്ചിട്ട്, സോളാർ വെച്ചിട്ട് വൈദ്യുതി അങ്ങോട്ട് കൊടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. അതിൽ ട്രാൻസ്ഫോമറിന് ഈ പറഞ്ഞതുപോലെ ഇത് എടുത്തുകൊണ്ട് പോകാനുള്ള ശേഷിയില്ല, കപ്പാസിറ്റി ഇല്ല. അപ്പം അതിൻ്റെ പ്രശ്നങ്ങൾ വേറെ. ഉള്ള ട്രാൻസ്ഫോമർ തന്നെ വരുന്ന വൈദ്യുതി, അതായത് നമുക്ക് എവിടെ നിന്നാണോ വൈദ്യുതി വരുന്നത് അവിടെ നിന്ന് സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗണും ഒക്കെ ചെയ്ത് കൃത്യമായിട്ട് വിതരണം ചെയ്യാൻ കഴിയുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 300 വീടുകൾക്ക് വൈദ്യുതി വിതരണം ചെയ്യാൻ കഴിയുന്ന ട്രാൻസ്ഫോമറിൽ നിന്ന് 3000 വീടുകൾക്കാണ് വൈദ്യുതി വിതരണം ചെയ്യണത്. അവനെങ്ങനെ ട്രാൻസ്ഫോമർ കത്തിപ്പോവാതിരിക്കും? എങ്ങനെ ട്രാൻസ്ഫോമറിൻ്റെ ഫ്യൂസ് പോവാതിരിക്കും? അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ ഫ്യൂസ് പോവും, മൊത്തം കറണ്ടും പോയി. അരമണിക്കൂർ കാരണം ആൾ വന്നത് നന്നാക്കണമല്ലോ, ഫ്യൂസ് കെട്ടിയിടണമല്ലോ, ട്രാൻസ്ഫോമറിൻ്റെ പ്രശ്നം പരിഹരിക്കണമല്ലോ. അങ്ങനെ പ്രശ്നം പരിഹരിക്കാൻ ആൾ വന്ന് ചിലപ്പോൾ ഇവർ വേറെ എവിടെയെങ്കിലും നിൽക്കുകയായിരിക്കും. ഇതുപോലെ ഒരു ട്രാൻസ്ഫോമർ അല്ലല്ലോ ഉള്ളത് ഒരു സെക്ഷൻ്റെ കീഴിൽ. ഒരു സെക്ഷൻ്റെ കീഴിൽ എത്ര ട്രാൻസ്ഫോമറുകൾ വരും? ഇത് മുഴുവനും കരാർ ജീവനക്കാരാണ് കേട്ടോ. ഇവരൊന്നും KCBയുടെ പൂർണ്ണ നിയന്ത്രണത്തിൽ തന്നെ, പക്ഷെ KCBയുടെ ജീവനക്കാരാണെന്ന് പറയാൻ കഴിയില്ല. വൈറ്റ് കളർ ജോലിയാണ് അവർക്ക്, പുറത്തിറങ്ങി വേർപ്പ് പണിയെടുക്കാറില്ല. ഈ പാവപ്പെട്ട ആൾക്കാർ, മസ്ദൂർമാരുണ്ട്, അവരെ കൊണ്ട് പണിയിപ്പിക്കില്ല. മസ്ദൂർമാരുണ്ട്, PSC പരീക്ഷയിൽ കയറുന്ന മസ്ദൂർമാരുണ്ട് KCBയിൽ. പക്ഷെ അവരും വേർപ്പൊഴുകുന്ന പണിയും ചെയ്യില്ല. അവരുടെയും കീഴിലാണ് ഈ കരാർ ജീവനക്കാർ വരുന്നത്. ഒരു വിഭാഗത്തെ കരാർ ഏൽപ്പിക്കുക ഓരോ സെക്ഷനുകളിലും. അങ്ങനെ അവര് ദൂരെ എവിടെയെങ്കിലും നിൽക്കുകയായിരിക്കും. അവിടുന്ന് വന്ന് ഈ ട്രാൻസ്ഫോമറിൽ വന്ന് ഇവിടെ കാര്യം ശരിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത വിളി വരുന്നത്. മറ്റേ 2 പോയിട്ടുണ്ട് പെട്ടെന്നാട്. ഇങ്ങനെ രാത്രി മുഴുവനും ഇവർ കിടന്ന് ഇങ്ങനെ റോന്ത് ചുറ്റുകയാണ്. അരമണിക്കൂർ നോക്കൂ. ഞാൻ എൻ്റെ വീട്ടിലെ അനുഭവം പറയാം. ആദ്യം ഒരു 11 മണി കഴിയുമ്പോഴത്തേക്കും കറണ്ട് പോകും. പിന്നെ ഒരു 20-25 മിനിറ്റ്, ചിലപ്പം അരമണിക്കൂറിൽ കൂടുതൽ 1 മണിക്കൂർ വരെ പോയ സന്ദർഭങ്ങളുണ്ട്. കഴിഞ്ഞായിരിക്കും കറണ്ട് വരുന്നത്. നേരം വെളുക്കാറാവുമ്പം വീണ്ടും കറണ്ട് പോകും. നമ്മൾ പണ്ടൊരു കുഞ്ഞ് അനിയൻ്റെ കഥ പറഞ്ഞിട്ടില്ല. അനിയനൊരു പാൻറ് വാങ്ങിച്ചു, ഇറക്കം കൂടി പോയി. പണ്ട് ഞങ്ങളുടെ കുട്ടിക്കാലത്ത്. അപ്പോൾ 3 ചേച്ചിമാരുണ്ട്. ഓരോ ചേച്ചിയോടും ചോദിച്ചു, നിക്കറിൻ്റെ പാൻറ്റിൻ്റെ അളവൊന്ന് കുറച്ച് തരാമോ, പിന്നെ ചെയ്യാമടാ എന്ന് പറഞ്ഞു. ഒരു ചേച്ചി വഴക്ക് പറഞ്ഞു വിട്ടു, മറ്റേ ചേച്ചി കേട്ടില്ല. അവസാനം അനിയൻ കരഞ്ഞുകൊണ്ടങ്ങ് പാൻറ് വച്ചിട്ട് പോയപ്പോൾ ഇളയ ചേച്ചിക്ക് വലിയ വിഷമമായി. ഇളയ ചേച്ചി അവൻ പറഞ്ഞതുപോലെ 2 ഇഞ്ച് കുറച്ചു കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ചേച്ചിക്ക് വിഷമമായി, അവരും 2 ഇഞ്ച് കുറച്ചു. അടുത്ത ചേച്ചിക്ക്, മൂത്ത ചേച്ചിക്കും വിഷമമായി, അവരും ഒരു 3 ഇഞ്ച് കുറച്ചു കൊടുത്തു. അപ്പൊ നിക്കറിനെക്കാട്ടും ഗതികടയായ പാൻറ് അവൻ നിട്ടു. അതേ അവസ്ഥയാണിത്.
ഇഷ്ടത്തിനനുസരിച്ച് ഇവർ കട്ട് ചെയ്യും. അല്ല, ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്യുന്നത് മാത്രമല്ല, ഈ പറഞ്ഞതുപോലെ ട്രാൻസ്ഫോമർ മെയിൻ്റനൻസ് കൃത്യമായി ജനത്തോട് നടക്കാത്തത് ഉത്തരവാദിത്വമില്ല ഇവർക്ക്. ഒരു ഉത്തരവാദിത്വം ഇല്ല. കമ്മിറ്റ്മെന്റ്. ഇവർ ഉത്തരവാദിത്വം ഉണ്ട്. ജനസേവകരല്ലേ? അല്ലല്ലെന്നേ, ഉത്തരവാദിത്വം ഉണ്ട്. എവിടെയാണ്? പവർ കട്ടില്ലാത്ത 10 വർഷം പരസ്യം ചെയ്യുന്നതിൽ ഉത്തരവാദിത്വം. തിരുവനന്തപുരത്ത് KSEBിക്ക് ഒരു ആസ്ഥാനമുണ്ട്. ടൈറ്റ് സെക്യൂരിറ്റി, ആരും അകത്ത് കയറ്റില്ല. ഈ വൈറ്റ് കോളർ ഉദ്യോഗസ്ഥർ, സബ് എഞ്ചിനീയർമാർ മുതൽ മേലോട്ടുള്ള എല്ലാ സാറന്മാരും അതിനകത്ത് കയറി വാതിലയുടെ ചകത്തിരിപ്പാണ്. 8 നില ബിൽഡിങ്ങിൽ. ഇവിടെ പട്ടത്താണ്. നമ്മൾ പൊതുജനവും ആയിട്ട് ബന്ധമുള്ള ആരാണ്? ഈ കരാർ തൊഴിലാളികൾ. വല്ലപ്പോഴും രാവിലെ ഫ്യൂസ് ലൈറ്റിന്റെ ട്യൂബ് ലൈറ്റിന്റെ ഊരാൻ വരുന്ന ആ ലൈൻമാനും വൈകുന്നേരം വന്ന്. അതിനകത്ത് ഒരു രസകരമായ കാര്യം പറയാനുണ്ട്. ഇവര് മാത്രമേ ബന്ധമുള്ളൂ. വൈകിട്ട് ഇപ്പൊ പകല് കൂടുതലാണ് അല്ലേ? അതെ. രാവിലെ വളരെ നേരത്തെ നേരം വെളുക്കും. ഏതാണ്ട് 5:50 ആവുമ്പോ തന്നെ പ്രകാശം വന്നു തുടങ്ങും. വൈകിട്ട് ഏതാണ്ടൊരു 6:50 വരെയൊക്കെ ലൈറ്റ് ഉണ്ട്. രാജേഷ് ജി, 7:30 മണിക്കാണ് പല സ്ട്രീറ്റ് ലൈറ്റുകളും ഫ്യൂസ്. ആരും ചോദിക്കാനല്ല, അതല്ല അല്ല, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ അനാസ്ഥയല്ല, കറണ്ട് ഇല്ല. ഇവിടെ ഈ 6:50 കുത്തിയാൽ അപ്പൊ തൊട്ട് അത്രയും കറണ്ട് കൂടെ എങ്ങനെയെങ്കിലും ലാഭിക്കാം. നിങ്ങൾ ഒരു ട്രാൻസ്ഫോമറിന്റെ കീഴിൽ പിന്നെ 3 തെരുവുകളിലേക്കുള്ള കറണ്ട് പോവുകയാണ്, സ്ട്രീറ്റ് ലൈറ്റിനുള്ള പവർ പോവുകയാണെന്നിരിക്കട്ടെ. ആ ഫ്യൂസ് നിങ്ങളൊരു അരമണിക്കൂർ വൈകിയാൽ അത്രയും വൈദ്യുതി ലാഭിച്ചു. അത്രയും ഈ പീക്ക് അവറിന്റെ ടെൻഷൻ കുറയ്ക്കാം. മറ്റത് ഇവിടെ ഫ്യൂസ് എടുത്ത് കുത്തുമ്പോഴായിരിക്കും ട്രാൻസ്ഫോമറിലെ ഫ്യൂസ് അടിച്ചു പോകുന്നത്. അപ്പോൾ മൊത്തം പോയോ? ഇങ്ങനെ കുത്തഴിഞ്ഞു കിടക്കുകയാണ് KSEB. ഇത് ഞാൻ പറയുന്നത് തിരുവനന്തപുരം നഗരത്തിലെ മാത്രം അവസ്ഥയല്ല, കേരളത്തിൽ മൊത്തത്തിൽ ഇതാണ്. ഈ വെള്ളാനെ തേച്ചൊരച്ചിട്ടൊരു കാര്യമില്ല. അല്ല, KSEBയെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. KSEBയിൽ കാലോചിതമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവരികയും ഒരു ചെറിയ എക്സാമ്പിൾ ഞാൻ പറയാം. ഇവിടെ ഒരുപാട് സ്വകാര്യ സ്ഥാപനങ്ങളുണ്ട് അല്ലേ? അവിടെയൊക്കെ ഡ്രൈവർമാർ ജോലിക്ക് വരുന്നുണ്ട് അല്ലേ? ഈ ഡ്രൈവർമാരെ വരുന്ന ഡ്രൈവർമാർക്ക് എത്ര രൂപ ശമ്പളം കിട്ടും? ഒരു ഏതാണ്ട് ഒരു ഐഡിയ പറഞ്ഞു. 10,000, 12,000. 15,000 മാന്യമായ സ്ഥാപനമാണ്. പക്ഷെ അവൻ ചെയ്യേണ്ട ജോലി ഡ്രൈവർ മാത്രമല്ല. അല്ല, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഒരു ഡ്രൈവർ, അയാൾക്ക് ഈ പറഞ്ഞ പോലെ സ്ഥാപനം, ഇപ്പം ടെക്നോ പാർക്കൊക്കെ ആണെങ്കിൽ, ടെക്നോ പാർക്കിലെ കമ്പനികളൊക്കെ ആണെങ്കിൽ പുറം കരാറ് കൊടുത്തിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ എല്ലാ സ്ഥാപനങ്ങളിലും, ദൂരദർശൻ, BSNL, എല്ലാ സ്ഥാപനങ്ങളിലും അവിടുത്തെ ഡ്രൈവർമാരുടെ എണ്ണം വളരെ വളരെ കുറവാണ്. പകരം അവര് കൊടുക്കുന്നത് കരാറാണ്, പുറത്തേക്ക് ഔട്ട്സോഴ്സ് ചെയ്യുക. ആ കരാറുകാരൻ ഡ്രൈവറിന് കിട്ടുന്നത് അത് എന്ത് തന്നെ ആവട്ടെ, ഞാൻ പറയുന്നത് ഒരു ഡ്രൈവർക്ക്, ഒരു ഡ്രൈവറുടെ ജോലി എന്ന് പറയുന്നത് വണ്ടി ഡ്രൈവ് ചെയ്യുക, സുരക്ഷിതമായിട്ട് ആളെ എത്തിക്കുക, കൊണ്ടുപോവുക. അങ്ങനെ ഒരു ഡ്രൈവർ തൻ്റെ ജോലി സുന്ദരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അയാൾക്ക് മാസം തോറും കൊടുക്കുന്ന ശമ്പളം ഒരു സ്വകാര്യ സ്ഥാപനത്തിലാണെങ്കിൽ രാജേഷ് ജി പറഞ്ഞ പോലെ 15,000 പോട്ടെ, 20,000 വെച്ചോളൂ. ഇലക്ട്രിസിറ്റി ബോർഡിൽ അതിൻ്റെ 3-4 ഇരട്ടി ശമ്പളം വാങ്ങുന്ന ഡ്രൈവർമാരുണ്ട്. ഗ്രേഡ് മാത്രമല്ല, സർവീസ് അനുസരിച്ച് നോക്കൂ. ഇന്ന് നമ്മൾ കാലം മാറി. ഇന്ന് എല്ലാ സ്ഥലത്തും ഈ ഡ്രൈവർമാരെന്ന് പറയുന്നത് ഈ രീതിയിലല്ല അതിൻ്റെ കൺസെപ്റ്റ് പോകുന്നത് അല്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ ഭക്ഷണം വിതരണം ചെയ്യുന്ന സ്വിഗ്ഗി പോലെയുള്ള, അതൊക്കെ പുറം നാടുകളിൽ, നമ്മൾ കേരളത്തിന് പുറത്തു പോയാൽ കാണുന്ന പഠിക്കുന്ന കുട്ടികളാണ്. അവര് ഒരു നിശ്ചിത സമയം അവരുടെ പഠിത്തത്തിന്റെ സമയത്തിൽ നിന്ന് അവരൊരു 6 മണിക്കൂറോ 4 മണിക്കൂറോ മാറ്റി വെക്കുന്നു. ഈ ജോലിക്ക് പോകുന്നു. അവർ ആ ജോലി കൃത്യമായിട്ട് ചെയ്യുന്നു. അതിൽ നിന്ന് അവർക്കൊരു വരുമാനം ഉണ്ടാകുന്നു. അത് അവർ പഠിക്കാൻ വേണ്ടി വിനിയോഗിക്കുന്നു. ഫീസ് കൊടുക്കാനും പുസ്തകം വാങ്ങാനും ഒക്കെ വിനിയോഗിക്കുന്നു. ഏതാണ്ട് ഒരു 22-23 വയസ്സാവുമ്പം അവൻ ആ ജോലി നിർത്തുകയാണ്. ജോലി നിർത്തിയിട്ട് അവൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ച് അടുത്ത ജോലിക്ക് പോവുകയാണ്. കേരളത്തിൽ CITU മുതൽ SFI വരെ, INTUC മുതൽ KSU വരെ, പിന്നെ മറ്റേ BJPയുടെ യൂണിയൻകാരെ പറയാനില്ല, കാരണം അത് ഇല്ലെന്ന് തന്നെ പറയാം. BMS ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ അല്ല, അത്രയും അവർക്ക് അങ്ങനെ അങ്ങ് ഇതിനകത്ത് ഇൻവോൾവ്മെന്റ് ഇല്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത്, ഈ പറഞ്ഞ ആൾക്കാരെല്ലാവരും ഈ 23 വയസ്സിൽ ഒരു ചെറുപ്പക്കാരൻ ഈ സ്വിഗ്ഗി ജോലി അവസാനിപ്പിച്ച്, അല്ലെങ്കിൽ 25 വയസ്സിൽ അവസാനിപ്പിച്ച് അവൻ മറ്റൊരു ഉദ്യോഗത്തിന് പോകണം, പഠിക്കുന്ന കാലത്ത് മാത്രം ചെയ്യുന്നതാണ്. അവനെ അതിൽ തളച്ചിട്ട് അവന് PF, അവന് ഗ്രാറ്റുവിറ്റി, മറ്റാനുകൂല്യങ്ങൾ, കുന്തം കുടച്ചക്രം
ഒക്കെ കൊടുത്ത് അവനെ ഈ ജോലിയിൽ നിന്ന് രക്ഷപ്പെടാൻ അനുവദിക്കില്ല. ഇത് ഒരു ചെറിയ നിശ്ചിത കാലയളവിൽ ചെറുപ്പക്കാരായ കുട്ടികൾ പഠിക്കുന്നവർ വന്നു, അവരവരുടെ പഠിത്തത്തിനോടൊപ്പം ഈ ജോലി ചെയ്തു, അവർ ധനം സമ്പാദിച്ചു, അത് ഉപയോഗിച്ച് പഠിച്ചു, സ്വന്തം കാലിൽ സ്വന്തം വേല സ്വന്തം കൂലി കൊണ്ട് അത് ഉപയോഗിച്ച് പഠിച്ചു, അവരത് കഴിഞ്ഞ് കയറിപ്പോകുന്നു, അടുത്തൊരു തലമുറ വരുന്നു, ഇതിങ്ങനെ പൊക്കോളും. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? അവൻ ഇതിൽ തന്നെ ഉറച്ചു നിൽക്കണം, അവന് PF കൊടുക്കണം, അവന് ഗ്രാറ്റുവിറ്റി കൊടുക്കണം. ഇത് എന്ത് തരം ആ തൊഴിൽ സംസ്കാരമൊക്കെ മാറി, കാലം ഒരുപാട് മാറി. നിങ്ങൾ കേരളത്തിന് പുറത്തേക്കൊന്ന് കണ്ണു തുറന്ന് നോക്ക്. തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രയിലും തെലങ്കാനയിലും ഉത്തരേന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമൊക്കെ ഇതെങ്ങനെയാണ് നടക്കുന്നതെന്നൊന്ന് നോക്കൂ. നമ്മൾ വളരാനാണ് ആഗ്രഹിക്കേണ്ടത്. ഇന്ന് ഡ്രൈവർ പണിക്ക് വന്നു, ഡ്രൈവർ പണിയിലിരുന്ന് അവൻ ചെറുപ്പക്കാരൻ വന്നു, കൂടുതൽ പഠിച്ച് കുറെ കൂടി മെച്ചപ്പെട്ട ഒരു ജോലിയിലേക്ക് പോകണം. അവൻ അത് കയറി പോകുമ്പോൾ വേക്കൻസി വരികയാണ്, അടുത്ത് വേറൊരാൾ കടന്നു വരും. അവിടെ ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ, ഈവനിങ് ക്ലാസ്സിന് പോകുന്ന ഒരാൾ, അല്ലെങ്കിൽ നൈറ്റ് ഷിഫ്റ്റിന് പോകുന്ന ഒരാൾ വന്നു, പകൽ ഈ ജോലിയൊക്കെ അത്യാവശ്യം ചെയ്തു, അവൻ എന്തെങ്കിലും അതിനുള്ള ശമ്പളം കിട്ടി, അവൻ ഡ്രൈവർ പണി മാത്രം ചെയ്താൽ മതി. നേരത്തെ രാജേഷ് ജി പറഞ്ഞ പോലെ മറ്റു ജോലികളൊന്നും ചെയ്യാൻ പോണ്ട, അവൻ ഡ്രൈവർ പണി മാത്രം ചെയ്താൽ മതി. നമ്മുടെ തൊഴിൽ സംസ്കാരമൊക്കെ മാറിയിരിക്കുകയാണ്. മാറണം, മാറിയേ തീരൂ. അതിന് പകരം ഇപ്പോഴും പഴഞ്ചൻ രീതികളും ശൈലികളും ഒക്കെ പിന്തുടർന്ന് ഈ പറഞ്ഞതുപോലെ വലിയ വലിയ സാമ്പത്തിക ബാധ്യത വരുത്തി വെച്ച് നമ്മുടെ മഹത്തായ സ്ഥാപനങ്ങളെ കേരളത്തിൽ നശിപ്പിച്ചുകൊണ്ടിരിക്കും. ഇത് പറയുമ്പോഴാണ് നമ്മൾ ഒരു സർക്കാർ ജീവനക്കാരുടെ വിരുദ്ധരാകുന്നത്. സർക്കാർ ജീവനക്കാരനെതിരെ മൂരാച്ചി, ബൂർഷ്വാസി, നമ്മൾ അവർക്കെതിരെ പറഞ്ഞു. പക്ഷെ നമ്മൾ പറഞ്ഞു എന്താണ് തലപ്പത്തുള്ളതും ടെക്നോളജി ഉള്ളതും ടെക്നിക്കൽ ഫീൽഡ് സെക്ടറിലുള്ളവരൊക്കെ മാറ്റണമെന്നല്ല പറഞ്ഞത്. അല്ല, ഇപ്പൊ ഡ്രൈവിങ്ങിന്റെ കാര്യം തന്നെ ഞാൻ പറയാം. AI കടന്നു വന്നിരിക്കുകയാണ്. ഡ്രൈവർ വേണ്ട, വണ്ടിക്കകത്ത് കയറിയിട്ട് സെറ്റ് ചെയ്താൽ മതി, വണ്ടി ഓടിക്കൊള്ളും. അങ്ങനത്തെ ഒരു കാലം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മളിപ്പോഴും പഴയ KCB ഡ്രൈവർക്ക് 80,000-ഉം 90,000-ഉം ഒക്കെ ശമ്പളം കൊടുത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? KCB പോലൊരു സ്ഥാപനം കൂപ്പുകുത്തുകയാണ്, അത് നശിക്കുകയാണ്. നമ്മൾ അതിനുള്ള ബദൽ മാർഗങ്ങൾ കണ്ടുപിടിക്കണം. ഏറ്റവും വലിയ ഉദാഹരണം BSNL തകർച്ചയാണ്. BSNL പിന്നെ ലാൻഡ് ഫോൺ ഇല്ല. ലാൻഡ് ഫോൺ പോട്ടെ, അവർക്ക് ലൈൻ വലിക്കാൻ ആളില്ല. അതിനൊന്നും ഇനിയിപ്പോ കരാറിന് ആളെ കിട്ടത്തില്ല. മാറി, കാലം മാറി. ഇന്നിപ്പോ മൊബൈൽ യുഗമാണ്. ഇപ്പൊ വീട്ടിൽ വയസ്സായ ആൾക്കാർക്ക്, നമ്മുടെ പ്രായം ചെയ്യുന്ന അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് വീട്ടിൽ ലാൻഡ് ഫോൺ വാങ്ങി വെക്കാന്ന് വിചാരിച്ചില്ല. അത് മൊബൈൽ ഉപയോഗിക്കാൻ പറ്റില്ല. അവർക്കും ഇപ്പം ഈ പറഞ്ഞതുപോലെ ലാൻഡ് ലൈൻ വേണ്ടെന്നേ, അവർക്കും മൊബൈൽ മതി. ഇപ്പൊ ഞാൻ എൻ്റെ വീട്ടിൽ ലാൻഡ് ലൈൻ ഉണ്ടായിരുന്നു, കട്ട് ചെയ്തു. കാരണം അമ്മയ്ക്ക് മാത്രമേ ഫോൺ ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ വീട്ടിലെ. അപ്പോൾ അവിടെ ലാൻഡ് ലൈന് കട്ട് ചെയ്തിട്ട് അമ്മയ്ക്കൊരു മൊബൈൽ വാങ്ങിക്കൊടുത്തു. അമ്മ അത് ഉപയോഗിക്കുന്നുണ്ട്. വയസ്സായ ആളാണ്, അമ്മയ്ക്ക് ഉപയോഗിക്കാം, അമ്മ അത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ മാറ്റം തീർച്ചയായിട്ടും മാറ്റങ്ങൾ കടന്നു വരുമ്പോൾ അതിനെ സ്വീകരിക്കണം. അതിനനുസരിച്ച് നമ്മളെ പരുവപ്പെടുത്തണം, നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റണം. അതില്ലാതെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. അതാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കേരളം. അതിൽ പ്രത്യേകിച്ചും ഈ ഇലക്ട്രിസിറ്റി ബോർഡ്, ഈ വൈദ്യുതി വിതരണത്തിൽ വലിയ പാളിച്ചകൾ നമുക്ക് പറ്റിയിരിക്കുന്നു. കാലോചിതമായ സാങ്കേതിക വിദ്യയിലെ പരിഷ്കരണങ്ങളെ നമ്മൾ സ്വന്തമാക്കിയിട്ടില്ല. വൈദ്യുതി വിതരണത്തിന് വേണ്ടുന്ന സാങ്കേതിക വിദ്യ നമ്മൾ ശരിയായ വിധത്തിൽ വിനിയോഗിച്ചിട്ടില്ല. ഈ പറഞ്ഞതുപോലെ സ്മാർട്ട് മീറ്റർ അടക്കമുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തുക, പരമാവധി ഈ പറഞ്ഞതുപോലെ ആളെണ്ണം കുറച്ച് ആൾക്കാർ കൂടുതൽ മറ്റ് ഇതിന് പോകട്ടെ, അവർ സ്വയം സംരംഭകരായി മാറട്ടെ. അവർക്ക് കൂടുതൽ ഈ നാട്ടിൽ തൊഴിൽ എല്ലായിടത്തും ഉണ്ട്. അത് തേടി അന്വേഷിച്ച് കണ്ടുപിടിച്ച് ചെയ്യുമ്പോഴാണ് അതിൻ്റെ മിടുക്ക് ഉണ്ടാകുന്നത്. അല്ലാതെ എനിക്ക് സർക്കാർ ജോലി തരണമെന്ന് പറഞ്ഞ് ഇരിക്കുന്നതല്ല ശ്രേഷ്ഠം. അത് പകരം സർക്കാരിൻ്റെ കാര്യങ്ങൾ ചെയ്തോട്ടെ. സർക്കാർ ഈ പറഞ്ഞ പോലെ വൈദ്യുതി ഉണ്ടാക്കാനും വിൽക്കാനും അല്ല സർക്കാർ നിൽക്കേണ്ടത്. അത് സ്വകാര്യവൽക്കരിക്കേണ്ടതിനെ സ്വകാര്യവൽക്കരിക്കണം. അവിടെ അന്യായം ഉണ്ടാകരുത്, അവിടെ കൃത്യമായിട്ട് ചൂഷണം ഉണ്ടാകരുത്. അതൊക്കെ നിയന്ത്രിക്കാൻ സർക്കാരിന് തീർച്ചയായിട്ടും നിയമം മൂലം നിയന്ത്രിക്കാൻ സർക്കാരിന് കഴിയണം. അവിടെയൊക്കെ വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകണം. ഇതിന് ഈ പറഞ്ഞതുപോലെ സ്വകാര്യ മേഖലയിൽ നിന്ന് വൈദ്യുതി വാങ്ങേണ്ടി വന്നാൽ വാങ്ങണം. പക്ഷെ അത് ജനങ്ങളെ പിഴിഞ്ഞുകൊണ്ട്
ഈ കമ്മീഷൻ കിട്ടുന്ന സംവിധാനമാക്കി അതിനെ അധപ്പതിപ്പിക്കരുത് രാഷ്ട്രീയ പാർട്ടികൾ. അതെ. അതൊന്നും നമ്മുടെ നാടിന് ഗുണമല്ല. പക്ഷെ ഇന്നിപ്പോൾ വെന്തുരുകുന്ന കേരളത്തിന് ഒരു 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 എന്താ പറയുക, കൂനിന്മേൽ കുരുവായിരിക്കുകയാണ് ഈ പവർ കട്ട്, ഈ അപ്രഖ്യാപിത ലോഡ് ഷെഡിങ്. ഇത് 10 വർഷം പവർ കട്ടില്ലാത്ത 10 വർഷം എന്ന് പറഞ്ഞ് ഊറ്റം കൊണ്ട പിണറായി സർക്കാർ തീർച്ചയായിട്ടും ജനങ്ങളെ മുന്നിൽ മറുപടി പറയേണ്ടതാണ്. വോട്ടെടുപ്പ് കഴിഞ്ഞു, അടുത്ത ദിവസം തൊട്ട് അപ്രഖ്യാപിത പവർ കട്ടും അപ്രഖ്യാപിത ലോഡ് ഷെഡിങ്ങും ഒക്കെ കേരളത്തിൽ നടന്നു വരികയാണ്. കേരളത്തിലെ ജനങ്ങൾ ഒരു കാലത്തും നിങ്ങളോട് ക്ഷമിക്കില്ല എന്ന് മാത്രമേ നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. അവസാനമായി പറയാനുള്ളത്, എന്തായാലും കേരളത്തിലെ ജനങ്ങൾ പാതിരാവിലും പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ കൃഷ്ണൻകുട്ടി ഭഗവാനെ ഒന്ന് മഴ പെയ്യണേ എന്ന്. അതെ, മഴ പെയ്ത് കഴിഞ്ഞാൽ അതെ. പറയും ഇനി നിങ്ങളുടെ ഡാം എല്ലാം നിറഞ്ഞു, ഇനി നിങ്ങളുടെ ഒരു സഹായം വേണ്ട. അതെ. വീണ്ടും പഴയതുപടി.